ശ്രദ്ധിച്ചേ, ഒരു ട്രയാങ്കിളിന്റെ ഇത് എ ബി സി, ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ് ഡി, ഇതിന്റെ വേറൊരു സൈഡാണ് ഇ. സോ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ട്രയാങ്കിൾ ഏരിയ ഹാഫ് ബി എച്ച്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ബി സി ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. സോ അപ്പൊ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഏതാന്ന് ചോദിച്ചാൽ, സോറി, ബേസ് ഏതെടുക്കുമെന്ന് ചോദിച്ചാൽ, ബേസ് നമുക്ക് ഏത് വശം വേണമെങ്കിലും ബേസ് എടുക്കാം. അപ്പൊ ഒരു വശം ബേസ് ആയിട്ട് എടുക്കണമെങ്കിൽ, ഇപ്പൊ ഈ വശം ബേസ് ആയിട്ട് എടുക്കണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് അതിലോട്ട് എന്തുണ്ടാവണം? പെർപെൻഡിക്കുലർ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ വശം നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം, ഈ വശം ബേസ് ആയിട്ട് എടുക്കാം, പക്ഷെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് അങ്ങോട്ട് എന്തുണ്ടാവണം? പെർപെൻഡിക്കുലർ ഉണ്ടാവണം. സോ അതാണ് ഹൈറ്റ്. ഈ വശം ബേസ് ആയിട്ട് എടുക്കാം, അപ്പൊ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് എന്തുണ്ടാവണം? പെർപെൻഡിക്കുലർ ഉണ്ടാവണം. സോ അങ്ങനെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ് സാധാരണ നമ്മൾ എന്തെടുക്കുന്നത്? ഹൈറ്റ് ആയിട്ട് എടുക്കാറുള്ളത്. ഇതൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ട്രയാങ്കിൾ, ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇത് എ ബി സി. ഇതിന്റെ ഏരിയ എന്താണ്? ഇതിന്റെ ഏരിയ ഹാഫ് ബി എച്ച്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് ബി സി ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് എന്തുണ്ട്? പെർപെൻഡിക്കുലർ ഉണ്ട്. സോ എടുക്കാൻ പറ്റും. ഹാഫ് ഇൻറ്റു ബി സി എ ബി എന്ന് എടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്. ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ, അപ്പൊ ഞാൻ സ്പീഡിൽ അങ്ങ് എടുത്തു പോവാ, പിന്നെ ആരും എന്ന് പറയും. ഓക്കെ, സോ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ എ ബി സി, അപ്പൊ എനിക്ക് ബേസ് ബി സി തന്നെ എടുത്തേ പറ്റൂ. സോ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസിനെ ഞാൻ ബി സി എന്ന് തന്നെ എടുക്കുക. അപ്പൊ ഏതാണ് ഹൈറ്റ്? എ ബി ആണോ ഹൈറ്റ്? എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് ഇവിടെ എ ബി ഹൈറ്റ് എന്ന് എടുക്കാൻ പറ്റത്തില്ല. കാര്യം ബി സി ബേസ് എന്ന് എടുക്കണമെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിന് എന്ത് വരണം? പെർപെൻഡിക്കുലർ. ഇത് എന്തായാലും പെർപെൻഡിക്കുലർ അല്ല, ബിക്കോസ് ഇത് എന്ത് ആംഗിൾ ആണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഈ ബി സിനെ എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം പെർപെൻഡിക്കുലർ വരച്ച് നോക്കാനായിട്ട്. സോ അവിടെ നമ്മൾ എ ഡി എന്ന് കൊടുത്തിട്ട് നമുക്ക് എ ഡി. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആ ട്രയാങ്കിളിന്റെ അകത്ത് തന്നെ വരണമെന്നില്ല. ഇത് വേണമെങ്കിൽ ഹൈറ്റ് പുറത്തോട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വരച്ച് നോക്കാം. ആ ഒരു ഐഡിയ മനസ്സിൽ ഉണ്ടാവും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ എ ബി ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? എന്റെ ക്വസ്റ്റ്യൻ എ ബി ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? എന്തായാലും പറ്റും. അപ്പം ഇങ്ങോട്ട് ഏത് ലൈൻ വരച്ചാലും അത് എന്ത് കിട്ടത്തില്ല? 90 ഡിഗ്രി ആകത്തില്ല. സോ ഇതിനെ എന്ത് ചെയ്യണോടാ? എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ അവിടെ എത്ര കിട്ടും? 90 കിട്ടും. സോ എ ബി ബേസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇവിടെ എന്ത് വരും? ബി സി ആയിരിക്കും ഹൈറ്റ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതായിരിക്കും. അത് നോക്കി ശ്രദ്ധിച്ചേ. രണ്ട് പാരലൽ ലൈൻസ് ആണ്. സോ L1 L2 പാരലൽ. സോ L1 പാരലൽ ടു L2 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് പാരലൽ ലൈൻസിന് അകത്ത് ഇവിടെ ഞാൻ എ ബി എന്ന് കൊടുത്തു. അപ്പൊ L1 L2 വേണ്ട, എ ബിയും എന്തുവാ? സി ഡി എന്ന് കൊടുക്കാം. എ ബി സി ഡി. അപ്പൊ ഇവിടെ എന്ത് വരും? എ ബി പാരലൽ ടു എന്തുവാ? സി ഡി. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുവാണ്. ഏത്? എ ബി എ പി ബിയും അടുത്ത ഞാൻ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. എ പി ബിയും എ ക്യു ബിയും വരച്ചു. എ പി ബിയും എന്ത് വരച്ചു? എ ക്യു ബിയും വരച്ചു. സോ ഈ രണ്ട് ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് പറയാമോ ആർക്കെങ്കിലും? എ ബിയും സി ഡിയും പാരലൽ ലൈന്. ഈ രണ്ട് ട്രയാങ്കിൾ എ പി ബിക്കും എ ക്യു ബിക്കും സെയിം ബേസ് എ ബി ആണ്. പിന്നെ ഈ രണ്ട് ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സുകള്, അതായത് എ പി ബിയുടെ ഒരു വെർട്ടെക്സ് തേർഡ് വെർട്ടെക്സ് പിയും എ ക്യു ബിന്റെ തേർഡ് വെർട്ടെക്സ് ബിയും
എന്തുവാ സെയിം പാരലൽ ലൈനിലായിരിക്കും. ഏതിന്? ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലായിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ പിള്ളേരെ. രണ്ട് ട്രയാങ്കിൾസ് സെയിം ബേസും, രണ്ട് ട്രയാങ്കിൾസിന് സെയിം ബേസും, ആ ട്രയാങ്കിൾസിന്റെ തേർഡ് വെർട്ടെക്സ് ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലും ആണെങ്കിൽ വേറെ ഏരിയാസ് ആർ എന്ത്? സെയിം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ബി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു ബി. ഇതൊന്നും അതായത് മലയാളത്തിലേ ഉള്ളൂ. രണ്ട് ട്രയാങ്കിളുകൾക്ക് സെയിം ബേസ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം എ ബി ഇസ് ഈക്വൽ ടു എ ബി, രണ്ടിലും സെയിം ബേസ്. അപ്പൊ ഈ എ എന്ന് പറഞ്ഞ വെർട്ടിസസും ബി എന്ന് പറഞ്ഞ വെർട്ടിസസും രണ്ടിലും നമ്മൾ എടുത്തു. ഇനി എ പി ബിയുടെ തേർഡ് വെർട്ടിസസ് ആണ് പിയും എ ക്യു ബിയുടെ തേർഡ് വെർട്ടിസസ് ആണ് ക്യൂ. ആ രണ്ട് തേർഡ് വെർട്ടിസസുകള് ബേസിന് പാരലൽ ആയിട്ടുള്ള ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ എന്തായിരിക്കും? ഈക്വൽ. ക്ലിയർ ആണോ? ഒരു ട്രയാങ്കിൾ ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ്, ബി സിക്ക് പാരലൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കുവാണ്. ബി സിക്ക് പാരലൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചു. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ, ആ സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുള്ള ഒരു ടെക്നിക്ക്, അത് കാണാതെ പഠിച്ചു വെക്കരുത്. ഈ ഫിഗർ മനസ്സിൽ ഓർത്താൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? വരണം. അതായത് കാണാതെ ഒരിക്കലും പഠിച്ചു വെക്കില്ല തിയറം. ഇങ്ങോട്ടൊക്കെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിന് നമ്മൾ പറയുന്നത് ബി പി ടി എന്നാണ്. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഹെഡിങ് സൈഡിലോട്ട് എഴുതി വെച്ചോ, ബി പി ടി. സോ ഇതാണ് ബി പി ടി. ശ്രദ്ധിക്കുക. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, അപ്പൊ നമുക്ക് ഇതിനെ പി ക്യൂ എന്ന് കൊടുക്കാം. If a line is drawn parallel to one side of a triangle, intersect other two sides. Intersect മറ്റ് രണ്ട് വശങ്ങളെ, അതായത് ബി സിക്ക് പാരലായി വരച്ച ലൈൻ മറ്റ് രണ്ട് വശങ്ങളെ ടു ഡിസ്റ്റിങ്ക്ട് പോയിന്റിൽ എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഈ ഡിസ്റ്റിങ്ക്ട് പോയിന്റ് എന്താ? ഇങ്ങോട്ട് നോക്കേ, ഇങ്ങനൊരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ എ ബി സി, ബി സിക്ക് പാരലൽ ആയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് കൂടെ വരയ്ക്കാം. പക്ഷെ മറ്റു രണ്ടു വശങ്ങളെ ടു ഡിസ്റ്റിങ്ക്ട് പോയിന്റിൽ കട്ട് ചെയ്യുന്നു? ഇല്ല, ഒറ്റ പോയിന്റിലെ എന്ത് ചെയ്യുന്നുള്ളൂ? കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ത്? ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ്, ഇതാണ് വൺ സൈഡ്, ഇന്റർസെക്ട് അതർ ടു സൈഡ്സ്, മറ്റ് രണ്ട് വശങ്ങളെ ടു ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ്, രണ്ട് പോയിന്റ്സിൽ, വൺ ആൻഡ് ടു, രണ്ട് പോയിന്റ്സിൽ എന്ത് ചെയ്യണം? ഇന്റർസെക്ട് ചെയ്യണം. അല്ലാതെ ഇതുപോലല്ല. then that line two distinct points, the other two sides A B യും B C ആയിരിക്കും. The other two sides are divided in the same ratio. So the other two sides are divided in the same ratio means AP, നോട്ട് നോക്കേ, AP by PB, AP by എന്ത്? PB is equal to AQ by QC. AQ by QC എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാനായിട്ട്. ഇത്രേ ഉള്ളൂ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ക്ലിയർ ആയോ? സോ AP by PB is equal to AQ by QC. മനസ്സിലായോ? ഇത്രയാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറയുന്നത്. ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നത്, ആ ലൈൻ മറ്റ് രണ്ട് സൈഡ്സിനെ രണ്ട് ഡിഫറെന്റ് പോയിന്റ്സിൽ കട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു റേഷ്യോ ക്രിയേറ്റ് ചെയ്യും. AP by PB is equal to AQ by QC. വെരി ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. സോ ഈ റേഷ്യോസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇനി നമ്മൾ പ്രൂഫ് ചെയ്യാം. അപ്പൊ ക്ലിയർ ആയ സംഭവം? ക്ലിയർ ആയോ? എനിവേ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. സോ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിന്റെ എന്താണ് പ്രൂഫ്? അപ്പൊ അവര് ക്വസ്റ്റ്യൻ ചോദിക്കുക സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നായിരിക്കും വരുന്നത്. സോ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് എഴുതണം? സ്റ്റേറ്റ്മെന്റ്. ഇഫ് എ ലൈൻ ഡ്രോൺ പാരലൽ ടു, അത് കഴിഞ്ഞ് താഴെ പ്രൂഫ്. പ്രൂഫ് എന്ന് എഴുതിയിട്ട് എഴുതുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പടം വരയ്ക്കുക. എ ബി സി, ഇത് ഡി ആൻഡ് ഇ. സോ ഇവിടെ എഴുതണം
given DE parallel to BC. DEയും BCയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. Therefore, to prove, നമ്മൾ പ്രൂവ് ചെയ്യണം എന്ത്? AD by DB is equal to AE by EC. AE by EC. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. So given DE parallel to BC, to prove AD by DB is equal to AE by EC. ഇത്ര എഴുതി കഴിഞ്ഞ്. So അടുത്ത കൺസ്ട്രക്ഷൻ. ഞാൻ ചെറുതായിട്ടാണ് എഴുതുന്നത്, അതുകൊണ്ട് അത് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാം. കൺസ്ട്രക്ഷൻ. ഈ ഫിഗർ വരയ്ക്കുക, ഈ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കുക. ഈ ഫിഗർ വരച്ചിട്ട് പറയണം ജോയിൻ BE ആൻഡ് CD. എഴുതുക ജോയിൻ എന്ത്? BE ആൻഡ് എന്ത്? CD. BEയും CDയും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അത് കണക്ക് തന്നെ ഡ്രോ DM perpendicular to AC. DM perpendicular to AC and EN perpendicular to AB. ഇത് രണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം ആ ട്രയാങ്കിളിനകത്ത്. നേരത്തെ വരച്ച ട്രയാങ്കിളിനകത്ത് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ നമ്മൾ പുതിയൊരു ട്രയാങ്കിൾ എന്ത് ചെയ്യണം? എടാ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്ന സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും പ്രൂവ് അല്ലെങ്കിൽ പ്രൂവ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിന്റെ പേര് പറയത്തില്ല, പകരം എന്താ ഇത് എഴുതി, ഇത് ഈ സ്റ്റേറ്റ്മെന്റ് വരും. If a line is drawn parallel to one side of a triangle, intersect other two sides in two distinct points, prove that their ratios are equivalent. അല്ലെങ്കിൽ എന്താ? prove that line divides other two sides in the same ratio. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിന്റെ പേര് പോലും ചോദിക്കത്തില്ല. സോ അപ്പൊ ആ തിയർ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്ത് ശ്രദ്ധിക്കുക. കൺസിഡർ, വളരെ ശ്രദ്ധിക്കണം, എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. കൺസിഡർ triangle ADE, triangle ADE and triangle DBE, triangle ADE and DBE. So ശ്രദ്ധിച്ചേ, ADEയും എന്ത്? DBE എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യും. ഓക്കെ ആണോ? എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം. കൺസിഡർ ട്രയാങ്കിൾ ADEയും എന്ത്? DBE എടുത്തു. ഓക്കെ ആണോ? സോ അപ്പൊ ശ്രദ്ധിച്ചേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE. അപ്പൊ ഈ പേരുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ട്രയാങ്കിൾ ADE ആണ് എടുത്തത്. ഓക്കെ, അതിനകത്ത് അതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ബേസ് AD ആയിട്ട് കൊടുക്കുക. സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ത് കൊടുക്കും? AD ആയിട്ട് കൊടുക്കും. ഹാഫ് ഇൻറ്റു ബേസ് AD. സോ ADEയുടെ ബേസ് AD ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ എന്തായിരിക്കും? EN ആയിരിക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൺസിഡർ ട്രയാങ്കിൾ ADE. അപ്പൊ അതിനകത്ത് ബേസ് AD ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ADയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആണ് E. ഇയിൽ നിന്ന് വരുന്ന പെർപെൻഡിക്കുലർ ആണ് എന്ത്? അതിന്റെ ഹൈറ്റ്. സോ AD ബേസ് ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് ആയിരിക്കും EN. ഇപ്പൊ ക്ലിയർ ആയോ? സോ കൺസിഡർ ട്രയാങ്കിൾ DBE. സോ DBEയുടെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു, ശ്രദ്ധിക്കുക, DBEക്ക് ഞാൻ ബേസ് DB തന്നെ എടുക്കുള്ളൂ. കാര്യം ഞാൻ ഇവിടെ ഓൾറെഡി AD ബേസ് എടുത്തു വെച്ചേക്കുവാ. അപ്പൊ അടുത്ത ഞാൻ എന്തേ ബേസ് എടുക്കുള്ളൂ? DBയെ ബേസ് എടുക്കുന്നു. ഹാഫ് ഇൻറ്റു DB ഇൻറ്റു അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ DBയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് DBEയില് DBയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആണ് E.
അവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഇങ്ങോട്ടാ കിടക്കുന്നത്. സോ അത് എന്ത് തന്നെയാണ്? EN തന്നെയാണ്. ഇത് ആർക്കെങ്കിലും ഡൗട്ട്? അപ്പോ ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് EN രണ്ടിടത്തും വരണം. പിന്നെ AD തന്നെ ബേസ് എടുക്കണം. തീർച്ചയായിട്ടും അടുത്ത ബേസ് എന്ത് തന്നെ എടുക്കണം? DB എടുക്കണം. കാര്യം EN ക്യാൻസൽ ആയി പോകും, ഹാഫും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ആ ലക്ഷ്യം അങ്ങനെ വന്ന് ബി അങ്ങനല്ലേ പോന്നെ? DB എന്ന് പറയുന്ന ട്രയാങ്കിൾ നമുക്ക് DBE എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാണ് DBE എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിൽ DB ബേസ് എടുത്താല് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഇങ്ങോട്ട് ബേസ് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടല്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കുറച്ചു മുമ്പേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓർമ്മയില്ലേ? ഈ ട്രയാങ്കിൾ ഒന്നുകൂടെ വരയ്ക്കാൻ ശ്രദ്ധിച്ചേതാണ്. ഇതാണ് DBE. D ഇത് B ഇത് E. സോ ഇത് ബേസ് ആക്കി എടുത്തേ പറ്റുള്ളൂ. കാര്യം എനിക്ക് ഏതൊക്കെ ബേസ് വേണം? ADയും DBയും കമ്പൽസറി ബേസ് വേണം. സോ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഇങ്ങോട്ടൊന്നും പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് വരച്ചു? പെർപെൻഡിക്കുലർ. ദാറ്റ് ഈസ് EN ഈസ് ദ എന്ത് ഹൈറ്റ്. ക്ലിയർ ആണോ? So that is equal to AD by എന്ത്? DB. Equation number 1. AD by എന്ത്? DB. അടുത്തത് ഏതായിരിക്കും? കൺസിഡർ ദ ട്രയാങ്കിൾ. ഇനി എനിക്ക് വേണ്ടത് ഈ രണ്ട് സൈഡ്സ് ആണ് വേണ്ടത്. സോ എഗെയിൻ ADE എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE അതേ കണക്കിടും. ഡിവൈഡ് ബൈ കൺസിഡർ ട്രയാങ്കിൾ ADE ആൻഡ് വേറൊരു ട്രയാങ്കിൾ എടുക്കുന്ന ഏതായിരിക്കും? നിങ്ങൾ പറയണം. ADE എടുത്തു വീണ്ടും. ഇനി അപ്പൊ ADEക്കകത്ത് എന്ത് കിട്ടും? AE കിട്ടും. എനിക്ക് EC കിട്ടത്തക്ക രീതി ഒരു ട്രയാങ്കിൾ ഏതെടുക്കും? EDC എന്നോ എങ്ങനെ പറയാം? ഈ ട്രയാങ്കിൾ EDC. ഓക്കെ. സോ കൺസിഡർ ദ ട്രയാങ്കിൾ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാൻ EDC എടുക്കുവാണ്. EDC. ഇനി ബാക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തെന്ന്? EDC. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ADE ഏരിയ എനിക്ക് ഈ സൈഡ് കിട്ടണം ബേസ് ആയിട്ട്. സോ ഹാഫ് ഇൻറ്റു ബേസ് ഏതെടുക്കൂടാ? AE എടുക്കും. ഹാഫ് ഇൻറ്റു AE ഇൻറ്റു. സോ ഈ ട്രയാങ്കിൾ ADEയിൽ AE ബേസ് ആയിട്ട് ഹൈറ്റ് ഏതായിരിക്കും? DM. സോ അപ്പുറത്തെ DM തന്നെ ആയിരിക്കും ഹൈറ്റ്. സോ അടുത്ത ട്രയാങ്കിളില് EDC അല്ലെങ്കിൽ EDCക്കകത്ത് ബേസ് EC എടുത്തേ പറ്റൂ. ദാറ്റ് ഈസ് ബേസ് എന്താ? EC ഇൻറ്റു ഹൈറ്റ് എന്തായിരിക്കും? DM എന്നായിരിക്കും. ഡൗട്ട് ഉണ്ടോ? കാര്യം തന്നെ ഇങ്ങനെ വരച്ചു നോക്കാം. നമുക്ക് ഇങ്ങനെ വരച്ചു നോക്കാം. ഇങ്ങനെ ഇരിക്കുന്നത് DEC. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് DM അത് മാത്രമേ ഹൈറ്റ് എടുക്കാൻ പറ്റൂ. അതായത് EDCയുടെ ഹൈറ്റ് EC എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന M-ലെ കിട്ടത്തുള്ളൂ. ഡൗട്ട് ഉണ്ടോ? DM. സോ EM. അപ്പൊ DM ക്യാൻസൽ, ഹാഫ് ക്യാൻസൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു AE by EC. ഇക്വേഷൻ നമ്പർ 2. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE divided by area of triangle എത്ര? DBE is equal to AD by DB. Equation number 1. Area of triangle ADE divided by area of triangle എത്ര? EDC is equal to എത്ര? AE by എന്താ? EC. Equation number 2. ശ്രദ്ധിച്ചേ. From 1 and 2 എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. From 1 and 2 ശ്രദ്ധിച്ചേ. ഫ്രം എന്ത്? 1 and 2. 1 ഉം 2 കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതാണ്ട് ഇവർ രണ്ടുപേരും ഈക്വൽ. LHSലെ ഇയാളും എന്താണ്? ഈക്വൽ ആണ്. കത്തുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ. യവന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ?
DBEയും EDCയും ഓക്കെ, DBEയും EDCയും ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും പ്രോപ്പർട്ടി ഒരു സാറ്റിസ്ഫൈ ചെയ്യും. സെയിം ബേസ് ആ പാരലൽ ആ ഇവര് രണ്ടുപേർക്കും സെയിം ബേസ് DE, അതായത് DBEയുടെ ബേസും DE, EDCയുടെ ബേസും എന്തുവാ DE. ബിറ്റ്വീൻ ദ തേർഡ് വെർട്ടെക്സ്, അവരുടെ തേർഡ് വെർട്ടെക്സുകൾ ബേസിന് പാരലായിട്ടുള്ള ലൈനിൽ തന്നെയാണ്. സോ അവരുടെ ഏരിയ എന്താണ് ഈക്വൽ. അപ്പൊ നമ്മൾ പറയണം ഫ്രം 1 and 2 LHS ആർ ഈക്വൽ എന്ന് എഴുതിയാൽ മതി. അത്രയൊന്നും വലിച്ചു നീട്ടുന്ന. ഫ്രം 1 and 2 LHS ആർ എന്ത് ഈക്വൽ. LHS ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് ബേസിൽ എഴുതിയാൽ മതി, ബ്രാക്കറ്റ് എഴുതിയാൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ EDC. കാര്യം എന്ന് പറയണം, ട്രയാങ്കിൾസ് ആർ ഓൺ ദി എന്ത് സെയിം എന്ത് ബേസ് ആൻഡ് between between the same parallels, between the same parallel lines. അപ്പോ ഇത്ര നിങ്ങൾ ചുരുക്കി എഴുതിയാൽ മതി. ഫ്രം 1 and 2 LHS are equal, therefore RHS are also equal എന്ന് എഴുതിയാൽ മതി. Therefore AD by DB is equal to AE by EC. ഇത്രയേ ഉള്ളൂ. Hence എന്ത് പ്രൂവ്.